പോസ്റ്റർ ഫുൾ ഇങ്ങനെ റൗണ്ടിൽ സ്ക്വയറിൽ പറഞ്ഞു. ഹായ്, നമസ്കാരം. അലിൻ ജോസ് പെരേരയാണ്. അപ്പോൾ ഞാനിന്നൊരു പുതിയ സിനിമയുടെ പൂജാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ്. അപ്പോൾ ശ്യാമും ആരാധനയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ സിനിമാ താരങ്ങളാണ് സിനിമയുടെ പേര്. നമ്മുടെ നിതീഷേട്ടാണ് എൻ്റെ ഡയറക്ഷൻ. അപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസർ ചെയ്യുന്നത് ജോൺസൺ മാഞ്ഞാലിയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് പുതുമ നായകരും നായികയും ശരിയാണ്. എങ്ങനെയുണ്ടായി ഇപ്പോൾ വന്നപ്പോൾ സിനിമാ ലോകത്തിലേക്കുള്ളൊരു ആദ്യത്തെ ചുവടുവെപ്പാണല്ലോ എന്ന് തോന്നുന്നു? ഒരുപാട് പുതുമുഖ താങ്കളൊക്കെ വന്നു പോയല്ലോ എന്നാണൊക്കെ. ഇപ്പോൾ സനൂപാണെങ്കിലും ഇപ്പോൾ നസ്ലീൻ അങ്ങനെ ഒരു മാറ്റി തോമസ്. അപ്പോൾ ഇങ്ങനെയുള്ള സിനിമ വേദികളിലേക്ക് ഇപ്പോൾ താങ്കൾ എനിക്ക് തോന്നുന്നു വരാൻ പോകുന്നു. നമുക്കറിയില്ല, നമ്മളിപ്പോൾ വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്താലാണ് ഇതിന് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റുള്ളൂ എന്നറിയാം. അപ്പോൾ അതിന് വേണ്ടി മാക്സിമം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആരാധ്യയിലേക്ക് വരാം. സിനിമ ഇൻഡസ്ട്രിയിൽ കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതൊക്കെയുള്ളപ്പോൾ പേടിയുണ്ടോ? കേരള കമ്മിറ്റി ചോദിക്കൊണ്ട് പഠിക്കും. എന്നാലും ചെറുതായിട്ട് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പുതിയ പുതിയ സിനിമകളുകൊണ്ടും കാര്യങ്ങളാണ്. ഇതിന് മുമ്പ് എന്താ വർക്ക് ചെയ്യുന്നത് ഫീൽഡിൽ? ആ, നിതീഷ് ചേട്ടൻ എങ്ങനെയാണ് പരിചയപ്പെട്ടത്? ഷാമേട്ടനായിട്ടുള്ള ഓഡീഷൻ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇനി ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒരുമിച്ച് ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ആശംസകളും അപ്പോൾ ഒരു സന്തോഷമുണ്ട്. ഞാനും പെരേരയും നിതീഷേട്ടൻ്റെ സിനിമാ താരങ്ങൾ എന്ന് പറഞ്ഞ സിനിമയുടെ പൂജയ്ക്കെത്തി. മലയാള സിനിമയിലെ നാളത്തെ ഒരു പൃഥ്വിരാജായി മാറട്ടെ. അതുപോലെ നാളത്തെ മീനാക്ഷിയുടെ ലുക്കുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു നടിയായി മാറട്ടെ. എല്ലാവിധ പ്രാർത്ഥനയും സപ്പോർട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സാധാരണക്കാരുടെ സിനിമയാണ്. ജോൺസൺ ചേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് പേഴ്സണലായിട്ട് എല്ലാവർക്കും അറിയാം. സിനിമ തന്നെയാണ് പറയുന്നത്. പിന്നെ കുഞ്ഞു വേഷത്തിന് ഞങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു, പോസ്റ്റ് ചെയ്ത് കിട്ടും. എവിടെ സ്ഥലം? എവിടെ? തൃശ്ശൂർ അല്ലേ? തൃശ്ശൂരിൽ ഒരുപാട് ഗഡികൾ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട് കേട്ടോ നായകൻ നിരയിലേക്ക് എത്താൻ. ഡിസംബറിലുണ്ടല്ലോ ഷൂട്ടിംഗ് പ്രാർത്ഥനയുണ്ട്. ഗംഭീരമാണ്. നമ്മുടെ തൃശ്ശൂരല്ലേ. അപ്പോൾ ഞങ്ങളിങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് പോകണം. അപ്പോൾ ഈ പടത്തിന് എല്ലാവിധ ആശംസകളും കേട്ടോ. പുതിയ ഒരു ആങ്കറിംഗ് ലെവലിലേക്ക് വരാനാണ് പ്ലാൻ. പിന്നെ നമുക്ക് പ്രത്യേകം ഈ സിനിമയിലൊരു ആശംസ പറയാൻ ഒരാൾ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഒരു ആശംസ പറഞ്ഞിട്ടോ. വാ ഒറ്റ മിനിറ്റ് കയറി വാ. ഇവർക്ക് വേണ്ടി ഒന്ന് കയറി വാ. നമ്മുടെ കലാഭവൻ ആർട്ടിസ്റ്റാണ് പുള്ളി. ഇപ്പോൾ ലാലേൻ്റെ പുതിയൊരു സിനിമയിൽ വേഷം ചെയ്യേണ്ടത് സസ്പെൻസാണ് കേട്ടോ. പണം വരുമ്പോൾ തരും. ഓക്കെ, 2 വാക്ക് സിനിമാ താരങ്ങളെ കുറിച്ച് ഒരു ആശംസ. നായകനാണ് നായികയാണ്. അല്ല, ഞാൻ പറഞ്ഞ സത്യമല്ലേ, മീനാക്ഷി കുട്ടിയുടെ ലുക്കില്ലേ? ആണോ ഇല്ലോ? ഉണ്ട്. മീനാക്ഷിയാണെന്നൊക്കെ ഓർമ്മ. എന്തായാലും നല്ല ജോഡി രണ്ടുപേരും. അപ്പോൾ ഈ ജോഡി ഇനിയും മലയാള സിനിമയ്ക്ക് പിന്നെ പാട്ട് കേൾക്കണമെന്നുണ്ടോ? എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ? എന്നാൽ 2 പാട്ട് പറഞ്ഞോ. അപ്പുറം അവിടെ നിന്നോ. സാധാരണ എപ്പോഴും എൻ്റെ ആൾക്കാരുടെ പേര് വെച്ച് പാട്ട് പാടാറുണ്ട്. എന്തു ഭംഗി നിന്നെ കാണാൻ ആരാധിയാണേ, മലയാള സിനിമയിലേക്കുള്ളൊരു ചുവട് വെപ്പാണി ഈ ആരാധിക ചേച്ചി. അടിപൊളിയാകട്ടെ ഈ സിനിമാ താരത്തില്. അതുപോലെ അടിപൊളിയായി അഭിനയിക്കാനുള്ള അവസരം കിട്ടട്ടെ ഈ പടത്തിൽ. നല്ല രീതിയിൽ ഷൂട്ടിംഗ് ചെയ്ത് സിനിമാ തിയേറ്ററിലേക്ക് എത്തട്ടെ. വെള്ളിയാഴ്ച ഗംഭീരമായി സിനിമാ തിയേറ്ററിൽ ഒരു താരമായി. നിന്റെ ഫാനാണെന്ന്, നല്ല നിന്റെ ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. എല്ലാ സിനിമാ താരങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. നിതീഷ് ചേട്ടാ അടിപൊളി. താങ്ക് യു. നമ്മൾ ചിലപ്പോൾ പ്രത്യേകിച്ച് ജോയിൻ ചെയ്യും ചിലപ്പോൾ.
അങ്ങനെ ചെറുപ്പം വലുപ്പമൊന്നുമില്ല സപ്പോർട്ട് കാഴ്ചയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യും. ഒരു ഫോട്ടോ എടുക്കുന്ന ഡിൻസ് നമ്മുടെ നായകൻ ഒരു സെൽഫി ആയിട്ട് അവിടെ നിന്ന് ഫോട്ടോ